നമസ്കാരം. പൊതിച്ചോറ് വിവാദത്തിലേക്ക് സ്വാഗതം. എന്നെ തെറി പറയുന്നതിന് മുമ്പ് സ്വയം ചിന്തിക്കുക, എന്നിട്ട് വിമർശിക്കുക. തീർച്ചയായും കേരളത്തിലെ ഡിവൈഎഫ്ഐ പാർട്ടി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. വിശന്നിരിക്കുന്നവർക്ക്, ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവർക്കും രോഗികൾക്കും പൊതിച്ചോറ് കൊടുക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഏറ്റവും നല്ല സംഘടന എന്ന് നിങ്ങൾ പറയുന്ന ഡിവൈഎഫ്ഐ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ അവിടെ മരുന്നുകൾ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ അത് രാഷ്ട്രീയം നോക്കരുത്, കക്ഷി രാഷ്ട്രീയം നോക്കരുത്. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് നീതിപൂർവം ഭരണം നടക്കുന്നുണ്ടോ, നീതിപൂർവം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? പൊതിച്ചോറ് പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടാക്കുമ്പോൾ ഓരോ മലയാളിയും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മലയാളികൾ അങ്ങനെ ഭിക്ഷയാചിച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞ തെണ്ടി തിന്നേണ്ടവരാണോ മലയാളികൾ? കഴിഞ്ഞ 10 കൊല്ലം, ഇനി വരാൻ പോകുന്ന ഭരണത്തിലും SFI, KSU, DYFI പാർട്ടിയുടെ കുട്ടി സഖാക്കൾ, പാർട്ടിയുടെ യുവാക്കളുടെ സംഘടനകൾ, നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഓരോ ആശുപത്രിയിലും രോഗികൾക്ക് മരുന്ന് കിട്ടുന്നുണ്ടോ? അവർക്ക് കിടക്കാൻ കട്ടിലുണ്ടോ? വേണ്ട, മരുന്ന് കിട്ടില്ലെന്നേലും വേണ്ട, ഇപ്പൊ പണമില്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ മരുന്ന് വാങ്ങുമ്പോഴുള്ള കമ്മീഷനെ കുറിച്ച് ഡിവൈഎഫ്ഐയും SFIയും KSUവും ഒരു വാക്ക് കമാന്ന് മിണ്ടിയിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ ഇത്രയധികം അവയവ കച്ചവടം നടത്തിയിട്ട് ഡിവൈഎഫ്ഐ, SFIയും KSUവും കമാന്നൊരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? കേരളത്തിലെ സകല സർക്കാർ ആശുപത്രിയിലും നടന്ന അഴിമതി, എന്തിനു പറയുന്നത്, ബ്ലീച്ചിങ് പൗഡർ, ആശുപത്രിയിലെ കക്കൂസയും നിലവുമെല്ലാം ക്ലീൻ ചെയ്യുന്ന ബ്ലീച്ചിങ് പൗഡറിൽ പോലും കൊള്ളയടിക്കുമ്പോൾ, സ്ട്രെച്ചർ മേടിക്കുമ്പോൾ, എക്സ്റേ മെഷീൻ മേടിക്കുമ്പോൾ, ലാബ് തുടങ്ങുമ്പോൾ, അവിടെ ഒരു കക്കൂസ പണിയുമ്പോൾ പോലും അതിൽ നിന്ന് കൈയിട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ, പാർട്ടിക്കാരെ നിങ്ങൾ ചോദ്യം ചെയ്യാറുണ്ടോ? എന്റെ പൊന്നു ചങ്ങാതിമാരെ, പൊതിച്ചോറിന് വേണ്ടിയല്ല രോഗികൾ ആശുപത്രിയിൽ വരുന്നത്. രോഗികൾ ആശുപത്രിയിൽ വരുന്നത് മരുന്ന് കിട്ടണം, എക്സ്റേ കിട്ടണം, MDMA കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഒരാൾ പറഞ്ഞ പോലെ MDMA മരുന്നിന് ഇവിടെ ഒരു ഷോർട്ടേജും ഇല്ല. അപ്പൊ എന്റെ സഹോദര തുല്യന്മാരായ DYFI, SFI, KSU മുതലായ ചോട്ടാ നേതാക്കന്മാർ, നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വരുമാനവും പണസ്രോതസ്സും ഉണ്ടാവുന്നത്? നിങ്ങൾ ഈ ആശുപത്രിയിൽ ചോറ് കൊടുക്കാൻ പറ്റാതെ, മരുന്ന് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റൂം ഫോർ വാട്ടർ എന്ന് പറഞ്ഞ് നെതർലാൻഡിൽ പോകുന്നത്? നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സെക്രട്ടറിമാരും സുഖമായി ജീവിക്കുമ്പോൾ ജനാധിപത്യ നാട്ടിൽ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും കിടക്കുന്ന രോഗികൾക്ക് ഒരു നേരത്തെ പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ അവരങ്ങനെ തെണ്ടി തിന്നേണ്ടവരാണോ? നമുക്ക് എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആയിക്കൂടാ? ഇനി ഡിവൈഎഫ്ഐ ചോറ് കൊടുക്കുമ്പോഴും KSU ചോറ് കൊടുക്കുമ്പോഴും വീക്ഷണത്തിലും ദേശാഭിമാനിയിലും പൊതിഞ്ഞല്ല രാഷ്ട്രീയ കൊലച്ചോറ് കൊടുക്കേണ്ടത്. നല്ലത് തന്നെ. എന്നെ തന്തക്ക് വിളിച്ചിട്ട് കാര്യമില്ല. നിന്റെയൊക്കെ നേതാക്കൾ രാഷ്ട്രീയം പറഞ്ഞ് പടുകൂറ്റൻ പാർട്ടി കെട്ടിടങ്ങൾ പണിയുമ്പോൾ ശീതീകരിച്ച എയർ കണ്ടീഷൻ വെച്ച മണിമാളികകൾ പാർട്ടി ഓഫീസാക്കുമ്പോൾ ജനറൽ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ കട്ടിലില്ല, മൂത്രപ്പെരയില്ലെന്ന് മനസ്സിലാക്കുന്ന ചോട്ടാ നേതാക്കന്മാർ, നീർക്കോലി പോലെയുള്ള ഈ കാട്ടുകള്ളന്മാരായ ചില നേതാക്കന്മാർക്ക് ഓശാന പാടുന്ന ഈ കുട്ടി സഖാക്കൾ ഈ നാടിനോട് ചെയ്യണ ക്രൂരത മനസ്സിലാക്കണം. അല്ലാണ്ട് എന്നെ തന്തക്ക് വിളിച്ചിട്ട് കാര്യമില്ല. എന്നെ തന്തക്ക് വിളിക്കുന്നവരെല്ലാം തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പിതൃശൂന്യന്മാർ, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചെറ്റകൾ ഡാഷ് മക്കൾ വിളിച്ചോളൂ. ആ വിളികളെല്ലാം നിന്റെ നേതാക്കന്മാരുടെ ചെവിട്ടിലെത്തിയാൽ ഈ നാട് നന്നാവും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു പൊതിച്ചോറ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ചോറ് കൊടുക്കുന്നവർ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് 5 ചോറ് 3 ചോറ് മേടിക്കണം നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനോടൊപ്പം കേരളം ഒരു തെണ്ടി തിന്നേണ്ട സംസ്ഥാനമല്ല, കേരളം ദൈവത്തിന്റെ നാടാണ്. നിങ്ങൾ നികുതി കൊള്ളയടിച്ച് ദൂർത്ത് ചെയ്യുമ്പോൾ
മരുന്നിലും ബ്ലീച്ചിങ് പൗഡറിനും കോവിഡ് വന്നപ്പോൾ ഗ്ലൗസ് മേടിച്ചതിലും എല്ലാത്തിലും കട്ടതും കൂടി ചോദ്യം ചെയ്യുമ്പോഴല്ലേ ഒരു ബാലൻസിങ് വരുന്നത്. അതുകൊണ്ട് പൊതിച്ചോറിന് പകരം ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി കിച്ചനും വരേണ്ട സമയം അതിക്രമിച്ചു. അവിടെ ഒരു പാർട്ടിയും കളിക്കണ്ട. പ്രിയദർശിനി ബസ്, സഖാവ് ബോട്ട്, മറ്റേ സംഘി ട്രെയിൻ, പ്ലെയിൻ. ഇതാണോ ജനാധിപത്യം? ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ കോടികൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐയും കെഎസ്യുവും എസ്എഫ്ഐയും ചോദിക്കാത്തത്? ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങളുടെ നേതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? രാഷ്ട്രീയം ഏതായാലും കോഴി വളർത്തുന്നില്ല, പന്നി വളർത്തുന്നില്ല, പശു വളർത്തുന്നില്ല, ചായക്കടയില്ല, കച്ചവടമൊന്നും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മന്ത്രിയാവുമ്പോഴും MLA ആവുമ്പോഴും ലോക്കൽ സെക്രട്ടറി ആവുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പോഴൊക്കെ എങ്ങനെ കോടികൾ ഉണ്ടാവണമെന്ന് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും കെഎസ്യുവും യുവജന സംഘടനകളും വിദ്യാർത്ഥികളും ചോദ്യം ചെയ്താൽ ഈ നാട് നന്നാവും. അപ്പൊ ഒരിക്കൽ കൂടി പറയുവാണ്, പൊതിച്ചോറ് കൊടുക്കേണ്ട ഗതിയിലേക്ക് കേരളത്തെ എത്തിക്കരുത്. പകരം ചത്തവന് പെൻഷൻ കൊടുത്തത് ചോദിക്കണം. നിങ്ങൾ ചത്ത മന്ത്രിമാർക്ക് ചത്തുപോയിട്ട് കാലം ഇത്രയായിട്ടും ചത്ത മന്ത്രിയുടെ പെൻഷൻ മേടിക്കണത് ചോദിക്കാൻ നട്ടല്ലണ്ടാടാ കുട്ടി സഖാക്കളെ. എന്നെ തന്തക്ക് വിളിക്കുന്നവനോടൊക്കെ ചോദിക്കുകയാണ്, ആദ്യം നിങ്ങളുടെ തന്തമാരെ കണ്ടെത്തുക, അവർ ഒറിജിനൽ ആണെന്നൊന്ന് അറിയുക, എന്നിട്ട് എന്നെ വിളിക്കുക. ഞാൻ പറയുന്ന സത്യങ്ങളല്ലേ, കൈപ്പേറിയ സത്യങ്ങളല്ലേ. PSCയിൽ ഇത്രയും ശമ്പളം കൊടുക്കേണ്ടവര് കാര്യമുണ്ടോ? PSCയിൽ ഇത്രയും അംഗങ്ങളെ ആവശ്യമുണ്ടോ? കിഫ്ബിയും മറ്റു പല സൊസൈറ്റിയും ചേർന്ന് ഒരു കലുങ്ക് പണിതാലും റോഡ് പണിതാലും ഇടിഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ എന്താ ചോദ്യം ചെയ്യാത്ത? എന്നിട്ട് പൊതിച്ചോറുമായിട്ട് നടക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടത് പാവങ്ങളും തെണ്ടികളുമാണ്. എന്നാലേ നിങ്ങൾക്ക് ഓശാന പാടുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് വേണ്ടി അവർ ജയ് വിളിക്കുള്ളൂ. എന്റെ മക്കളും 4 നേരം ഉണ്ണാൻ കഴിയുന്നവൻ നിനക്കൊക്കെ ജയ് വിളിക്കോ? ഞാൻ ചോദിക്കുന്ന ഇവിടുത്തെ നേതാവും വലിയ മുതലാളിമാരായിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരോട് ചോദിക്കണം, കാശുള്ള വീട്ടിലെ പിള്ളേര് വന്ന് നിങ്ങൾക്ക് ജയ് വിളിക്കോ? അല്ലെ സ്ഥാനം മോഹിച്ചു എന്നവൻ വിളിക്കും. അപ്പൊ ഇതൊന്നുമല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത്. കഷ്ടപ്പാടും ദുരിതവും തെണ്ടികളുമായ മക്കൾ, കൊലപാതകികളായ മക്കൾ, കഞ്ചാവും എല്ലാ തെറ്റ് ചെയ്യുന്ന മക്കളെയാണ് നിങ്ങൾക്ക് ആവശ്യം. കാരണം അന്നാലുള്ള നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട യുവജന സംഘടനകളോട് പറയുകയാണ്, ആശുപത്രിയിൽ മരുന്ന് കൊടുക്കണം, അതിനോടൊപ്പം ഭക്ഷണവും കൊടുക്കണം. കൂടാതെ തന്റെ സ്വന്തം നേതാവ് അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ചോദിക്കണം, ജനറൽ ആശുപത്രി കട്ടിലുമില്ല, മരുന്നുമില്ല, ഭക്ഷണവുമില്ല. നീയൊക്കെ എന്തിനാടാ റൂം ഫോർ വാട്ടർ അമേരിക്കയിൽ പോയി ഒരു സ്റ്റീലിന്റെ കസേരമേൽ ഇരിക്കണ്, പ്ലെയിനിൽ പോണ, ഹെലികോപ്റ്റർ മേടിച്ച് മൂടിയിട്ടേക്കണ്. PSCയിൽ ശമ്പളം കൊടുക്കുന്നു ചത്ത മന്ത്രിക്കും ചത്ത MLAക്കും ചത്ത ഉദ്യോഗസ്ഥർക്കും ചത്തുപോയി മണ്ണടിച്ചിട്ടും അതിൽ നിന്ന് കൈയിട്ട് വരുന്നവൻ. ആശുപത്രിയുടെ കക്കൂസ കഴുകാൻ വെച്ചിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡറിൽ കോവിഡ് വന്ന് ഞാനും നീയും ചത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗ്ലൗസ് ചെയ്യുന്ന കമ്മീഷൻ, ശവപ്പെട്ടിയുടെ അടിപ്പലകയെടുത്ത് കക്കൂസക്ക് വാതിൽ പണിയുന്ന നേതാക്കന്മാരെ ഇനിയും നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. അതുകൊണ്ട് എന്നെ തെറി പറയുന്ന ഊച്ചാളി ചോട്ട നേതാക്കന്മാരോട് ഞാൻ പറയുകയാണ്, നിന്റെയൊക്കെ നേതാവിനെ നന്നാക്കിയാൽ ഞാൻ ഈ പച്ചക്ക് പറയണം നിർത്താം. ഒരു ഡാഷ് മോൻ, ഒരു ചെറ്റ മോൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, ബെന്നിച്ചേട്ടന് നെഗറ്റീവ് അല്ലാണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പോസിറ്റീവ് വാർത്ത. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും കക്കാതെ ഒരു കലുങ്ക് പണിതിട്ടുണ്ടെങ്കിൽ, ഒരു കക്കൂസ പണിതിട്ടുണ്ടെങ്കിൽ, കക്കാതെ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് നല്ല പോസിറ്റീവ് വാർത്തയായിട്ട് പറയാം. ആ പറഞ്ഞു തരുന്നവന്, ആ ചൂണ്ടിക്കാണിക്കുന്നവന് ഞാൻ 1 ലക്ഷം രൂപ സമ്മാനവും തരാം. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഈ രാഷ്ട്രീയം തൊലയണം, തടയണം. ഡിവൈഎഫ്ക്ക് ആർജവമുണ്ടെങ്കിൽ ഈ പൊതിച്ചോറിൽ കാണിക്കുന്ന ആർജവവും ഈ തന്റെ ഇടവും നിങ്ങൾ മരുന്നിൽ ചോദിക്കണം. ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും നടത്തുന്ന മോഷണവും മരുന്നിന്റെ കമ്മീഷണവും ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ, ട്രേഡ് യൂണിയൻ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ട്രേഡ് യൂണിയൻ പോലീസുകാർ എല്ലാവരും ചേരുന്ന കളവും മോഷണവും നിർത്തിയാൽ എന്റെ പൊന്നു മക്കളെ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ ദരിദ്രവാസികൾ ഉണ്ടാവില്ല. ദരിദ്രവാസികളെയും കൊലപാതകികളെയും കള്ളന്മാരെയും സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളാണ്, നിങ്ങളാണ്. ഒരിക്കൽ കൂടി മനസ്സറിഞ്ഞ് പറയുകയാണ്, നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നതിനോടൊപ്പം ബ്ലീച്ചിങ് പൗഡറിലും ചത്തവന് പെൻഷൻ കൊടുക്കുന്നതിലും CAG റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യൂ. എന്തിനാണ് പിന്നെ CAG അവരെ പിരിച്ചുവിടൂ? വെള്ളപ്പൊക്കത്തിൽ നിന്ന് 2018 വെള്ളപ്പൊക്കത്തിൽ കട്ടു, വയനാട് ദുരന്തത്തിൽ കട്ടു. എവിടെയും കളവും മോഷണവും ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയക്കാർ മത്സരിക്കുമ്പോൾ ചോട്ടാ നേതാക്കന്മാർ നിങ്ങളുടെ നേതാവിനെ ആദ്യം ചോദ്യം ചെയ്യുക. അല്ലാണ്ട് നാട്ടുകാരുടെ നെഞ്ചത്തോട്ടും എന്റെ നെഞ്ചത്തോട്ടും അല്ല വരേണ്ടത്. പൊതിച്ചോറ് കൊടുത്ത്
കൊലച്ചോറ് തിന്നുന്ന രാഷ്ട്രീയക്കാർ മുടിഞ്ഞു പോട്ടെ. പൊതിച്ചോറ് കൊടുത്ത് മരുന്നിലും ആശുപത്രിയിലും കട്ട് തിന്നുന്നവൻ നശിച്ചു പോട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. സത്യം നിലനിൽക്കണം, നീതി നടപ്പാക്കണം.